ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം തിരുവചനം 22-ാം തിരുവചനവും. യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ ഭൂമിയിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് സമാധാനം. ഒരു വ്യക്തിക്ക് സമാധാനമില്ലെങ്കിൽ അവൻ ഉറങ്ങുവാനോ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുവാനോ സാധിക്കുകയില്ല. ഒരു മനുഷ്യന് ആവശ്യമുള്ള ഒരു കാര്യം, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് കർത്താവ് വാഗ്ദാനം ചെയ്ത് നമ്മൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ദൈവം തരുന്നതാ സമാധാനം. യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ ചിന്തകളോടെ നിൽക്കുന്നവൻ സാത്താൻ്റെ ഒപ്പം. ദൈവാത്മാവിനോടൊപ്പം നിൽക്കുന്നവനാണ് ദൈവത്തിൻ്റെ മക്കൾ. അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നവൻ ദൈവിക സമക്ഷമായിരിക്കും. ഭൗതിക കാര്യങ്ങളാണ് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവൻ പിശാചിനോടൊപ്പമായിരിക്കും. എന്നാൽ യേശുക്രിസ്തു വീണ്ടും പറയുക, ഭൗതിക കാര്യങ്ങളെക്കാട്ടിൽ നിങ്ങൾക്ക് ആവശ്യം സമാധാനമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും, കർത്താവിൻ്റെ ഹിതം എന്താണോ അതേ നടക്കത്തുള്ളൂ എന്ന ഉറച്ച വിശ്വാസമുള്ളവനാണ് സമാധാനം കിട്ടുന്നത്. അതിനുശേഷം യേശു വീണ്ടും ശിഷ്യരുടെ മേൽ അവൻ്റെ ശ്വാസം അയക്കുന്നു. അവൻ നിശ്വസിക്കുന്നു. ആ നിശ്വാസത്തിലൂടെ അവർ പരിശുദ്ധാത്മാവിനെ നേടുന്നു. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മൾക്ക് വേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമ്മൾക്ക് ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കണം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശ്വാസം നമ്മുടെ മേലുണ്ടായിരിക്കണം. ഈ നിമിഷം നമ്മൾക്ക് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, നിൻ്റെ സമാധാനം നീ ഞങ്ങൾക്ക് തരണം. നിൻ്റെ ശ്വാസം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ ലോകത്തിലുള്ളതെല്ലാം ഞങ്ങളുടെ കൂടെ വരും. ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇതെല്ലാം ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കും. ആയതിനാൽ സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സമാധാനവും ക്രിസ്തുവിൻ്റെ ശ്വാസവും നിങ്ങളുടെ ഒപ്പവും നിങ്ങളുടെ പ്രവൃത്തിയുടെ മേലും നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേലും എല്ലാ നിമിഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.